ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം ഇതിൻ്റെ പേരായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ പേര് വന്നിട്ട് ഗോക്കോമോളി എന്നാണ്. പക്ഷേ നമ്മളിത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നമ്മളെ നല്ല പഴുത്ത അവക്കാഡോ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? വേറെ ഒന്നുമില്ല, നല്ല പഴുത്ത അവക്കാഡോ എടുക്കുക, അത് നല്ലോണം സ്മാഷ് ചെയ്യുക, അതിലേക്ക് കുറച്ച് തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ ചോപ്പ് ചെയ്തിട്ട് ഇടുക. കാരണം ചോപ്പ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത് മല്ലിയില. നമ്മൾ മല്ലിയില എത്രത്തോളം ഇടുന്നു അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് നല്ലോണം എൻഹാൻസ് ചെയ്യും. അതിലേക്ക് നമ്മൾ സ്ക്വീസ് ഓഫ് ലെമണും പിന്നെ കുറച്ച് ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇത് റീസെൻ്റ്ലി ട്രെൻഡിങ് ആവാൻ കാരണം നമ്മൾ തനി മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബറാണ് ഇത് ഇപ്പം ട്രെൻഡിങ് ആവാൻ കാരണം. പക്ഷേ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ശില്പബാല എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ചെയ്തപ്പം അന്ന് എൻ്റെ അവക്കാഡോ അത്ര പഴുക്കാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അത്ര വലിയ ഫാനൊന്നുമില്ലേനു. പക്ഷേ റീസെൻ്റായിട്ട് ഞാൻ തനി മലയാളി ത്രൂ വേറെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ട് അവരിത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കൊതി ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ശില്പബാല ആളുടെ കുട്ടിക്ക് സ്നാക്കാക്കിയിട്ടായിരുന്നു കൊടുക്കുന്നത്. കാരണം ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് പോലെ അതിലേക്ക് ഒരു ബുൾസൈയും കൂടെ ആഡ് ആക്കിയിട്ടായിരുന്നു പുള്ളിക്കാരത്തി അന്ന് കൊടുത്തിരുന്നത്. പക്ഷേ ഇത് ഞാൻ വൺസ് ഇപ്പം ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇത് തിന്നാൻ വേണ്ടി എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കുക ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയതിനെ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനെ കൊണ്ട് രസമുണ്ടെന്ന് പറയില്ല. പക്ഷേ ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നമ്മളുടെ കുറച്ച് സമയം മതി, നല്ലോണം വയറ് ഫില്ലാവും. കാരണം ബ്രെഡ് എടുക്കുക, ബട്ടർ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്യുക. ടോസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് ടോസ്റ്റ് ചെയ്ത ബ്രെഡിലേക്ക് അങ്ങനെ ആക്കിയിട്ട് സാൻഡ്വിച്ച് ആക്കിയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ പീസ് ഓഫ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ആ മിക്സ്ചർ കൂട്ടി ജസ്റ്റ് ഞാൻ കഴിക്കുന്ന പോലെയും കഴിക്കാം. എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.